ഹലോ വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ അതുലിന് നമ്മുടെ സിപിച്ചാൻ ഈ മിനി കൂപ്പർ ഹാൻഡ് ഓവർ ചെയ്യുന്നത് കാണാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ആ ഒരു വീഡിയോ എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് ഉറപ്പായിരുന്നു ഇനിയിപ്പം അതുൽ എത്രയൊക്കെ പ്രൂഫ്സ് കൊണ്ടു കൊടുത്താലും അദ്ദേഹം ഒരിക്കലും ഈ മിനി കൂപ്പർ അതിന് ഹാൻഡ് ഓവർ ചെയ്യില്ല എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. മിനി കൂപ്പർ എന്താ ഹാൻഡ് ഓവർ ചെയ്യല്ലേന്ന് ചോദിച്ചിട്ട് നമ്മുടെ അതിൽ വന്നിട്ട് സിപിച്ചാൻ്റെ അടുത്തേക്ക് മെസ്സേജ് അയച്ചപ്പോഴത്തേനും നമ്മുടെ സിപിച്ചാൻ്റെയും അച്ചുചേച്ചിൻ്റെയും മെയിൻ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ചക്ക നയിക്കുമ്പോൾ മാങ്ങാന്ന് പറയുകയും മാങ്ങാന്ന് ചോദിച്ചാൽ തേങ്ങാന്ന് പറയുന്നതാണ് നമ്മൾ ഇത്രയും വീഡിയോസിലും ഓഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു പുത്തരിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കൊന്ന് ഒരുപാട് ആൾക്കാർ എക്സ്പെക്ട് ചെയ്തു തോന്നുന്നു. അടുത്തൊരു വീഡിയോയില് നമ്മുടെ അതിൽ മിനി കൂപ്പറിലൊക്കെ ഇരുന്നിട്ട് വീഡിയോ ചെയ്യുന്നതായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ബട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു നമ്മുടെ സിപിച്ചാൻ എന്തായാലും തേക്കും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അപ്പൊ കൂപ്പർ അവിടെ നിൽക്കട്ടെ, നമുക്കാർക്കും നിങ്ങളുടെ കൂപ്പറിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾ കൂപ്പർ കൊടുക്കാന്ന് വാക്ക് പറഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങളുടെ വാക്ക് പറഞ്ഞതിൽ എത്രമാത്രം നിങ്ങൾ മാന്യത പുലർത്തുന്നു എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് അതിന് വേണ്ടി ചോദിച്ചിരിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ കൂപ്പറിന് വേണ്ടി ഇവിടെ ആരും കാത്തു കിടക്കുന്നൊന്നുമില്ല. സോ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ സിപിച്ചാനെതിരെ വീണ്ടും വീണ്ടും ഒരുപാട് പെൺകുട്ടികൾ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ടാണ് ഇപ്പൊ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ തന്നെ നമ്മുടെ അതുലിന്റെ അടുത്ത് ഒരു കുട്ടി വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫോർത്ത് ജംഗ്ഷനിലെ ചേട്ടന്റെ അടുത്തും ഒരുപോലെ ഗുരുതരമായിട്ടുള്ള കുറച്ച് ആരോപണങ്ങളുമായിട്ട് പെൺകുട്ടി വന്നിട്ടുണ്ട്. ഈ രണ്ട് പെൺകുട്ടികൾ മാത്രമല്ല ഇദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇനിയും ഒരുപാട് പെൺകുട്ടികൾ മുന്നോട്ട് വരാനിരിക്കുന്നു എന്നാണ് അറിയാനായിട്ട് കഴിയുന്നത്. പക്ഷെ അവരാരും ഇപ്പോൾ മുന്നോട്ടേക്ക് വരുന്നില്ല എന്ന് മാത്രം എന്ന് കരുതി അവരൊരിക്കലും മുന്നോട്ട് വരുന്നില്ല എന്നും പറയുന്നില്ല. നമ്മുടെ അച്ചുചേച്ചിക്കും സിപിച്ചാനും നാളേക്ക് 40 വട്ടം ഈശോനെ കുറിച്ചും ദൈവത്തിനെ കുറിച്ചും ചാരിറ്റിയെ കുറിച്ചും മാത്രമാണല്ലോ സംസാരിക്കുന്നത്. ഇത്രയും നല്ലൊരാൾക്കാരില്ല എന്നായിരിക്കും നമ്മൾ ഇവരുടെ ഒരു സംസാരം കേട്ടാൽ തോന്നുക. ഈ സിപിച്ചാന്റെ റിയൽ ക്യാരക്ടർ അച്ചുചേച്ചിക്കും അറിയാന്നുള്ളതാണ്. ഈ കുട്ടികൾ അച്ചുചേച്ചിന്റെ അടുത്ത് പോലും കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. സിപിച്ചാന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നമ്മൾ ആദ്യമായിട്ടല്ല കേൾക്കുന്നതെങ്കിൽ കൂടെയും നമുക്ക് ഈ രണ്ട് പെൺകുട്ടികൾക്ക് എന്താണ് സിപിച്ചാനെതിരെ പറയാനുള്ളത്, എങ്ങനെയാണ് സിപിച്ചാൻ ഇവരുടെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്ന് കേട്ടു നോക്കാം. ഞാനൊരു 3 മാസത്തോളം ഒലിവിയ ഡിസൈൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ഓഫീസിലാണ് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ സിപി എന്ന് പറയുന്ന അയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പുള്ളി മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്. ആദ്യം എന്നെ പൊക്കി കുറെ പറഞ്ഞു, ഞാൻ അയക്കുന്ന മെസ്സേജ് ആരും കേൾക്കാതെ നീ മാത്രം കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ മെസ്സേജ് ഞാൻ പ്ലേ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ 2 കുട്ടികളുണ്ടായിരുന്നു. എന്നിട്ട് പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ നീ ഭയങ്കര സ്മാർട്ടാണ്, ഭയങ്കര ആക്റ്റീവ് ആണ്, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞത് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് എന്നെ പൊക്കി കുറെ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ഓഫീസിൽ എന്ത് കാര്യം നടന്നാലും എനിക്ക് റിപ്പോർട്ട് തരണം, നിന്നെയാണ് ഞാൻ അതിനെല്ലാം ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നീ എന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് നന്നായിട്ട് കൊണ്ടുപോവാം. എന്റെ കൂടെ ഇപ്പൊ നീ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് ഏത് രീതിയിൽ വേണേലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും. നിനക്ക് എന്ത് ആവശ്യം വന്നാലും നിനക്ക് എന്നോട് ചോദിക്കാം. അതിന്റെ പൈസയുടെ രീതിയിലാണെങ്കിലും ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിനക്ക് എന്റെ അടുത്ത് എന്ത് വേണമെങ്കിലും ഓപ്പൺ ആയിട്ട് സംസാരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കേട്ട പാടെ തന്നെ ഇയാളത് ഡിലീറ്റ് ഫോർ എവരിവൺ കൊടുത്ത് ഡിലീറ്റ് ആക്കി കളയുകയും ചെയ്തു. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്താ മെസ്സേജ് ഡിലീറ്റ് ആക്കിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതിന് നിന്റെ സൂക്കേട് മനസ്സിലായല്ലേ. ഈ മെസ്സേജ് അയക്കുന്നത് എത്ര മണിക്കാണ്? നിന്റെ അവിടെ വർക്കിംഗ് എത്ര മണിയാ വരെടാ? 5 മണി വരെ. അതിനുശേഷം നിന്റെ ഹോസ്റ്റലിലോട്ട് പോലും നിനക്കൊരു കോപ്പും ഇല്ലെന്ന് പറഞ്ഞാൽ നീ ഈ പെൺകൊച്ചിനകത്ത് മെസ്സേജ് അയക്കുന്ന 9 മണിക്കും 10 മണിക്കൊക്കെ അല്ലേ? നിന്നെ എന്താടാ വിളിക്കാനുള്ള? അപ്പോഴേ നിന്നെ എന്താടാ വിളിക്കാനുള്ളത്? എന്നാ നാറിയെന്ന് വിളിക്കണോ, പരനാറിയെന്ന് വിളിക്കണോ, എന്താണ് വിളിക്കാനുള്ളത്? അവന്റെ കാമക്കളി തണ്ടി. സാർ എന്താ ഇത് ഡിലീറ്റ് ആക്കിയെന്ന് വെച്ചാൽ പറഞ്ഞു അതിനിപ്പം നിന്റെ ഫോണിൽ ആ മെസ്സേജ് നിന്റെ കൂടെ ഉള്ളവർ കണ്ടിട്ട് അല്ലെങ്കിൽ അച്ചു കണ്ടിട്ട് ഇയാളെ വൈഫ് കണ്ടിട്ട് ഒരു നിന്നെ മോശക്കാരായിട്ട് അവരാരും ചിത്രീകരിക്കണ്ട, അതുകൊണ്ട് ഡിലീറ്റ് ആക്കിയതാ. നീ എന്തെങ്കിലും എനിക്ക് അയക്കുന്നുണ്ടെങ്കിൽ അച്ചു ചേച്ചി കുറച്ച് പേടിയുള്ളത് നല്ലതാ കേട്ടോ. അച്ചു ചേച്ചി കേൾക്കുന്നുണ്ടല്ലോ. അച്ചു ചേച്ചി കുറച്ച് പേടിയുണ്ട്. അച്ചു ചേച്ചി അടി കൊടുക്കണം അവന് കേട്ടാ. ഡിലീറ്റ് ആക്കി കളഞ്ഞേരെ, നമ്മളായിട്ട് ഒരു ഇത് കൊടുക്കണ്ട അങ്ങനൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനിത് സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു. കാരണം പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്തപ്പോൾ ഒരു രാത്രി 9:30-10 മണി ആ ടൈമാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു. ഞാൻ പിറ്റേ ദിവസം വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്താ ഇങ്ങനെ മെസ്സേജ് അയക്കണ്ടേ. അപ്പം ചേട്ടനൊക്കെ പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് അവരെ വൈഫിനോട് തന്നെ നീ പറയുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ പുള്ളിയുടെ വൈഫിനോട് തന്നെ കാര്യം പറഞ്ഞു. പുള്ളിക്കാരത്ത് ഇത് കേട്ട, അതായത് കുറച്ച് മൊത്തം കേൾക്കാൻ പോലും നിന്നില്ല. അവിടെ ഇവിടെ കുറച്ച് കേട്ടിട്ട് ഓടി ചെന്ന് ഇയാളോട് ചോദിച്ചു എനിക്ക് മെസ്സേജ് അയച്ചോ എന്ന് ചോദിച്ചിട്ട് പുള്ളിയോട് ചോദിച്ചു. പുള്ളി അപ്പൊ തന്നെ എന്നെ വിളിപ്പിച്ചു. നിനക്ക് ഞാൻ എപ്പോഴാണോ മെസ്സേജ് അയച്ചെന്ന് എന്നിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു തന്നെ പറഞ്ഞു. പിന്നെ പുള്ളിക്കാരൻ അത് കാരണം ഡിലീറ്റ് ഫോർ എവരിവൺ കൊടുത്ത സാധനങ്ങളൊക്കെ എന്റെ ഫോണിൽ കിടപ്പുണ്ടല്ലോ. അപ്പൊ കാണിക്കുമ്പോഴേ പുള്ളി മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് എനിക്ക് കുറെ ചാടി കടിച്ചു.
എന്നിട്ട് പുള്ളി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു, ജീവിക്കാൻ വന്നവരെ കണ്ടല്ലോ ജീവിക്കാൻ വന്നവരാണ് ഇങ്ങനെ നിൽക്കുന്നത്. അതായത് ജീവിക്കാൻ വന്നവർ അവിടെ ജോലിക്ക് വന്നവരാണെന്നുണ്ടെങ്കിൽ ഇവര് പറയുന്ന എല്ലാം കേട്ട് അനുസരിച്ച് അവിടെ നിൽക്കണം. ഞാൻ ജീവിക്കാൻ വന്നതാണെന്നുണ്ടെങ്കിൽ ഇവര് പറയുന്ന കേട്ട് അങ്ങനെ നിൽക്കില്ല. അങ്ങനെ കുറെ സംസാരം ഉണ്ടായി. അങ്ങനെ പിന്നെ ഞാനിത് ഹോസ്റ്റലിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന സീനിയർ അവിടെ മുന്നേ വർക്ക് ചെയ്ത ഒരു ചേച്ചിനോടൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു, ഇയാളുടെ സ്ഥിരം പരിപാടിയാണ് ഇത്, ചേച്ചിക്കും അങ്ങനെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നീ അത് അവരോട് പറയണ്ടായിരുന്നു, നീ പറയാതെ വെച്ചിരുന്നാൽ മതി, അവരെങ്ങനെ ബിഹേവിയർ എന്ന് അറിയത്തില്ല, പൈസ ഉള്ള ആൾക്കാരല്ലേ, എന്തും വേണം, എന്ത് ചെയ്യാനും മടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു ആ സീനിയർ ആയിട്ടുള്ള ഒരു സ്റ്റാഫിനോട് പറഞ്ഞു. അങ്ങനെ കുറെ പേർക്ക് ഇതിങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അവര് പറയുന്നത്. അപ്പൊ അന്നെന്റെ സ്ഥിരം പണിയാണിത് അല്ലേ, അന്ന് സ്ഥിരമായിട്ട് നടത്തുന്ന പണിയാണ്. അപ്പൊ നീ അവിടെ നടത്തുന്നത് ചാരിറ്റി പ്രവർത്തനമൊന്നുമല്ല, നീ പെൺകൊച്ചുങ്ങൾക്ക് ജോലിയും കൊടുത്തിട്ട് നിന്റെ കൊണപ്പുണ്ടാക്കണം അല്ലേടാ എനിക്ക്, എന്നിട്ടാണ് അവന്റെ കോണത്തിലെ ചാരിറ്റി പ്രവർത്തനം. പ്രശ്നം അന്നോട്ടെ നിങ്ങളുടെ വീഡിയോസ് ഫുള്ള് ഞാൻ കാണാറുണ്ട് യൂട്യൂബിൽ. അന്നെല്ലാം ഞാൻ മനസ്സിൽ വിചാരിച്ച് ഒന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. അവിടെ നടന്ന ഒരു എന്റെ അനുഭവം എനിക്ക് അവിടെ നിന്നുണ്ടായ, അതും ആ സിറ്റിയിൽ നിന്നുണ്ടായ എനിക്ക് ഒരു അനുഭവം, അത് എനിക്ക് നിങ്ങൾ പറയണമെന്ന്. ഇനി വരുന്നൊരു സ്റ്റാഫ് ഓഫീസ് അവിടെ നിൽക്കുന്ന സ്റ്റാഫിന്റെ കാര്യം എനിക്കറിയില്ല. കാരണം ഒലിവിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഗേൾസിനോടും എന്തായാലും അങ്ങനെ മോശമായി പെരുമാറും എന്നുള്ളത് എനിക്ക് 100% ഉറക്കണം. കാരണം ഞാൻ എന്ന സമയത്ത് ഒലിവ് ഷോറൂമില്ല, നമ്മുടെ വീട്ടിൽ അങ്ങനെ അന്ന് ഓൺലൈൻ ബിസിനസ് ഇല്ലായിരുന്നു. നമുക്ക് മാവേലിക്കരയിലും അടൂരും കുട്ടിയുടെ ടോപ്പിന്റെ ഒരു സെക്ഷനായിരുന്നു ഉള്ളത്. അപ്പൊ ഈ രണ്ടിടത്തും നിൽക്കുന്ന ഗേൾസിനോട് അങ്ങനെ മോശമായി എന്തായാലും പെരുമാറിയിട്ടുണ്ടായിരിക്കും. അത് എനിക്ക് 100% ഉറക്കണം. കാരണം ഞാൻ ഇന്ന സമയത്ത് തന്നെ ഒരുപാട് പെണ്ണുങ്ങൾ അവിടെ നിന്ന് വിഷമിച്ച് കാര്യം ഇറങ്ങിപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും അതോടെ അങ്ങനെ ഒരു മോശമായിട്ടുള്ള അനുഭവത്തിൽ ഞാൻ അവിടെ ജോലി റിസൈൻ ചെയ്ത് ശമ്പളം പോലും വാങ്ങാൻ ഞാൻ അവിടെ ഇറങ്ങിപ്പോയ വ്യക്തിയാണ്. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം കണ്ടപ്പോൾ എനിക്ക് പറയണം എന്നും ചിന്തിക്കും. അപ്പോൾ ഞാൻ ഒരു കുടുംബമായി ജീവിക്കുന്നത് എനിക്ക് പറയാനായിട്ട് പേര്, അന്ന് ഞാൻ ആരോടും പറയാതെ അവിടെ ഇറങ്ങി തന്നെയാണ്. ഈ എല്ലാവരും പറയാം എല്ലാ കേസും ഇത് പ്രതികരിക്കാൻ അവർ പേടിയാണ്. കാരണം അവർക്ക് ഇഷ്ടമുള്ള കാശുണ്ട്, അവർ അങ്ങനെ എന്തും ചെയ്യും. അങ്ങനെ ആളെ വിട്ടവർക്കല്ലെങ്കിൽ അത്രയ്ക്ക് ഫ്രോഡാണ് അങ്ങനെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നത്. ഞാൻ ആരോടും പറയുന്നത് ഇപ്പോൾ എനിക്കുള്ളിൽ പേടിയാണ്. എന്നാൽ ഈ അവർക്ക് എപ്പോഴും പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾക്ക് എന്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്നതെന്ന് എന്താ കാണുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ ക്യാരക്ടർ അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ അങ്ങനെ സ്റ്റാഫുകൾ നിൽക്കത്തില്ല. ഇനി വരുന്ന സ്റ്റാഫുകൾക്കെങ്കിൽ ഈ ഒരു ഗതി വരുന്നത് ഒരു മോശം അനുഭവം വരാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പം ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. ഞാൻ പത്രത്തിൽ കുറച്ച് മുന്നിട്ടായിരുന്നു ഞാൻ അടൂർ ഒലിവിയിൽ ജോലിക്ക് കയറിയത്. ഞാൻ അമ്മയോട്ടായിരുന്നു പോകുന്ന സ്ഥലം കൊട്ടാരക്കരയിലാണ്. ഞാൻ ഇന്ത്യയിൽ ചെല്ലുമ്പോൾ അമ്മ എന്നോട് പെൺകുട്ടിയും കൂടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് സ്ഥലം മാവേലിക്കരയായിരുന്നു. പുള്ളിക്കാരി കറുത്തിട്ട് അവരോട് ഇതുപോലെ ജാതിയോടെ ഹിന്ദു നാടാണെന്ന് ചോദിച്ചു. അപ്പം ഈ ജാതിയെന്ന് പറഞ്ഞാൽ വേക്കൻസി ഇല്ല, ആൾ ഫുള്ളാണ്, നിങ്ങൾ പിന്നെ ഒരു ദിവസം ആവട്ടെ വിളിക്കുമെന്ന് പറയും. അപ്പം വിളിക്കുന്ന സാറ് വേറെ നിലത്തിലൊക്കെ കണക്ക് വന്നത് ഈ വേറെ നിലത്തിൽ ഡിവോഴ്സാണ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ എനിക്ക് കേൾക്കണം പറഞ്ഞു. അപ്പം ഞാൻ കയറി. അപ്പം എൻ്റെ അടുത്ത് എവിടെയാണ് ഹസ്ബൻഡ് എന്താണ് ചെയ്യുന്നത്, ഗൾഫാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ശരി എനിക്ക് ജോലി തന്നു. ഇപ്പം ഈ ഒരുമിച്ചാണ് ജോലിക്ക് കയറിയത് എടുത്തതല്ല. ജോലിക്ക് കയറുന്നുണ്ട്. അവിടെ കുറച്ച് നിബന്ധന പറഞ്ഞിരുന്നു. എന്നുവെച്ചാൽ കൂട്ടുകൂടാൻ പാടില്ല, ആരുമായിട്ട് മിണ്ടാൻ പാടില്ല, ഇത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുവാണ് നമ്മൾ കസ്റ്റമർ ഇല്ലെങ്കിൽ പോലും ഇരിക്കാൻ. താഴത്തെ ഫ്ലോറിലാണ് ഇരിക്കേണ്ടത്. നേരത്തെ ഫ്ലോറിലോട്ട് കസ്റ്റമർ പോലും മാത്രം നമുക്ക് കയറാൻ ആളുകളുള്ളൂ. എന്തെങ്കിലും തുണി മടക്കി വെക്കാൻ അങ്ങനെ എന്തെങ്കിലും. അപ്പം കസ്റ്റമർ വന്നിട്ട് തുണി മടക്കി വെച്ചപ്പോൾ ഞാൻ താഴെ ടൈം വരികയും വേണം. അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ കയറിയിട്ട് എനിക്ക് പറഞ്ഞു ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണെന്ന് കണ്ടിട്ടാണ് പദ്ധതി കണ്ടാണ് പോയത്. 8 രൂപ ശമ്പളമായിരുന്നു. തുടർന്ന് പറഞ്ഞു അക്കോമഡേഷൻ ഉണ്ട്, ഫുഡ് ഫ്രീ അല്ല, ഫുഡ് ഒന്ന് വെച്ച് കഴിക്കാം, ഗ്യാസും കുറച്ച് പാത്രങ്ങളും അവിടെ തന്നിട്ടുണ്ട്, പിന്നെ കട്ടിലും ഉണ്ട്, നമ്മൾ സാധനം വാങ്ങിച്ച് വെച്ച് കഴിക്കാം. 8 തൊട്ട് 6 വരെ ആയിരുന്നു ജോലി ചെയ്യാൻ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് 6 കഴിഞ്ഞ് കസ്റ്റമർ എന്ത് ഡിഗ്രി ചെയ്യുന്നതാണ് അതെല്ലാം എല്ലാ ജോലിയും പറഞ്ഞത് 8 മണി 8:30 വീട്ടിലേക്ക് പോകണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഓട്ടം വിളിച്ച് പോകാൻ നമുക്ക് പിന്നെ തരില്ലായിരുന്നു. ഈ ക്വസ്റ്റൻ പറയുന്നത് നേരത്തെ താഴത്തെ നിലയിൽ ഡോക്ടറിന്റെ കൺസൾട്ടിംഗ് ചെയ്യുമായിരുന്നു. നേരത്തെ നിലയിലായിരുന്നു റൂമായിട്ടുള്ളത്. 2 ബെഡ്റൂം ഹാൾ കിച്ചൺ അങ്ങനെയാണുള്ളത്. വേറെ ഭയങ്കര ഒരു എന്താ പറയുക ഇതാണായിരുന്നു ഈ ബസ് പറയുന്നത്. രാത്രി 8 മണിക്ക് നമുക്ക് പേരായിരുന്നു. കാരണം ഇത് ഗവൺമെന്റ് ആശുപത്രിയുടെ കുറച്ച് മുമ്പ് അകത്തോട്ട് വഴിയുണ്ട്. അതിലിപ്പോൾ നടന്നാണ് ഞങ്ങൾ പെട്ടെന്ന് രാത്രിയും പകലും സ്റ്റാൻഡ് വരെ ഓട്ടോടാക്സി നടന്നു. അവിടെ നിന്ന് നടന്നാണ് പെട്ടെന്ന് സാധനം എല്ലാം വാങ്ങിച്ച് നടന്നു പോകായിരുന്നു. ഞങ്ങൾ 4-5 ദിവസം ഉണ്ടായിരുന്നു. അന്ന് ഇപ്പം നിങ്ങൾ പറഞ്ഞത് പ്രശ്നം CCTV. അന്ന് ഞങ്ങൾ ജോലി ചെയ്ത സമയത്ത് അവിടെ CCTV ഉണ്ടായിരുന്നു. ഞങ്ങൾ അടൂര് ഓപ്പോസിറ്റ് കുട്ടിയുടെ ഷോപ്പ് ഉണ്ടായിരുന്നു, ടോപ്പിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടോപ്പിംഗ് സെക്ഷനിൽ താഴത്തെ ഫ്ലോറിൽ ഫസ്റ്റ് റൂമിൽ CCTV ഉണ്ടായിരുന്നു. അതുപോലെ മുകളിലത്തെ റൂമിൽ ടോപ്പിംഗ് സെക്ഷൻ അവിടെയും CCTV ഉണ്ടായിരുന്നു. നടുക്കൊരു റൂമുണ്ട്, അവിടെ മാത്രമേ ഉണ്ടായിരുന്നു. മെറ്റീരിയൽ സെക്ഷൻ മാത്രമേ ഉള്ളായിരുന്നു CCTV ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ട് വിളിക്കുന്നത്, അവരുടെ കാര്യങ്ങൾ പറയാനായിട്ട് വിളിക്കുന്നത് നമുക്കറിയാം. കമ്പ്യൂട്ടറിനകത്ത് താഴെ നിന്ന് സ്റ്റാഫിൽ ചെയ്യുന്നതായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണാമായിരുന്നു. ഈ ഒരു ദിവസം ഓരോ സ്റ്റാഫുകളെ വെച്ച് ക്യാബിനിലോട്ട് വിളിക്കും. അവരെന്തെങ്കിലും പറഞ്ഞു. അതിൽ ഞാൻ ചെന്നപ്പം എന്നെ വിളിച്ചിട്ട് ആദ്യം ഒരു മാസം നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ രാവിലെ വരും, നടത്തി പോയിരിക്കും, അങ്ങനത്തെ റൂമുണ്ട്, അതിനകത്ത് പോയിരിക്കും, ഉച്ചയ്ക്ക് ഇറങ്ങിപ്പോകും. അത് ഇറങ്ങിക്കൊന്നും നടക്കും, വൈകുന്നേരം വരും, നമുക്ക് ക്ലോസ് ചെയ്യും. ആണ് ഫൈനും അന്ന് ഈ ഫൈനും അങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റെ സ്ഥലത്തിൽപ്പെട്ടില്ല, ഫൈൻ അടിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് ഇതിൽ മെയിനായിട്ട് അയാളെ കുറിച്ച് പറയുന്ന അയാളുടെ ക്യാരക്ടറിനായിരുന്നു. നിങ്ങളുടെ ജോലി നിർത്താൻ കാര്യം ഈ ഒരു ക്യാരക്ടറാണ്. ഇതിൽ നേരത്തെ ഒരു ജോലിയിലേക്ക് എന്താ വെച്ചാൽ മാനി വിട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ ജോലി ചെയ്യാം. അല്ലാതെ ഒരു പെണ്ണിനും മാനിലുള്ള ഒരു പെണ്ണും ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യില്ല. അന്ന് ഈ അച്ഛൻ എന്ന് പറയുന്നത് അങ്ങനത്തെ വൈഫൊന്നും ഇവിടെ വരില്ല. ഇങ്ങനെയായിരുന്നു ഈ അവിടെ ഒരു സ്കൂൾ സ്ഥാപനം നോക്കി നടത്തുന്നത്. അവിടെ മാവേലിക്കരയിലായിരുന്നു.
ഞങ്ങൾ ഇന്നത്തെ ഒരു സൂപ്പർവൈസർ ഉണ്ടായിരുന്നു. ഈ പുള്ളിക്കാർ എപ്പോഴും ഞങ്ങളുടെ ക്യാമ്പിലായിരുന്നു. അവിടെയായിരുന്നു അവർക്ക് നിയന്ത്രണമൊക്കെ. അതിന് നമ്മളടുത്ത് മറ്റുള്ള സ്റ്റാഫുകളെ കുറിച്ച് കുറ്റം പറയും, ഇങ്ങനെയും പറയുമായിരുന്നു. ആദ്യൊരു മാസം മുമ്പ് എനിക്ക് കുഴപ്പമുള്ളതായിട്ട് തോന്നിയില്ല. ഒരു മാസം ഞാൻ എന്നെ വിളിച്ചു ചോദിച്ചു, എങ്ങനെയുണ്ട് ഇവിടെ, നമുക്ക് കുഴപ്പമില്ല എന്നെ കുറിച്ച് ആരെങ്കിലും വല്ലതും പറയാറുണ്ട്. ഈ പെണ്ണിന്റെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പരസ്പരം പേര് കയറ്റി കൊടുക്കുക, ഈ പ്രദേശം പറയുക, അവരുള്ളിൽ തന്നെ തെറ്റിക്കുക. അവിടെ വെച്ചാൽ പരസ്പരം കൂട്ടുകൂടാൻ പാടില്ല. ഒരു സ്റ്റാഫ് ഇവിടെ ഇത്ര ഡിസ്റ്റൻസിൽ അവിടെ അകന്നിരിക്കണം, കസ്റ്റമർ ഇല്ലാത്ത സമയത്ത് അകന്നിരിക്കണം. ഓരോ സമയത്ത് റൊട്ടേറ്റ് ആണ്. ഒരു കസ്റ്റമറിന്റെ ഇന്നാൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്താണ് അവർ സെയിൽ ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഫുഡ് കഴിക്കാൻ ഒറ്റയ്ക്ക് പോവുക. ഒരു 10 മിനിറ്റ് കൂടുതൽ അല്ലെങ്കിൽ 5 മിനിറ്റ് കൂടുതൽ ഫുഡ് കഴിക്കാൻ പാടില്ല, വെറുതെ ഇരിക്കാൻ പാടില്ല, എനിക്കുള്ള ഇരിക്കാൻ പാടില്ല, നിൽക്കണം എന്നൊക്കെയുള്ള ഒരുപാട് റൂൾസ് അതിനകത്തുണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഞാൻ ഫസ്റ്റ് ഒരു 6-5 പേരുണ്ടായിരുന്നു. അപ്പം ഇതിന് ഇടയ്ക്ക് നമ്മൾ ഒരിക്കലും ക്യാബിനോട്ട് വിളിച്ചു ചോദിക്കും, എങ്ങനെയുണ്ട്, അവരെന്തെങ്കിലും എന്നെ കുറിച്ച് പറഞ്ഞു, എൻ്റെ വൈഫിനെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ഇന്നയാളെ കുറിച്ച് ഇങ്ങനെയാണ്, ഇന്നയാളിങ്ങനെ. അവിടുത്തെ ഓരോ സ്റ്റാഫിന്റെ ക്യാരക്ടറും നമ്മളോട് പറഞ്ഞു തരും. ഇപ്പം വേറെ സ്റ്റാഫ് അയാൾ ഇങ്ങനെയാണ്, അവൾ ഇങ്ങനെയാണ്, അവൾ മോശമാണ്, എനിക്ക് തന്നെ എനിക്ക് പരിദേശം പറഞ്ഞു ഈ കുത്തിത്തിരിപ്പുണ്ടാക്കും. ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ എൻ്റെ സ്റ്റാഫിനെ അവൾ ഡൈവേഴ്സ് ആണ്, അവൾ അവനെ കണ്ടിട്ട് വന്നാൽ നമ്മൾ ഇവിടെ നമ്മുടെ മുതലാളിയല്ലേ. അന്ന് എനിക്ക് 21 വയസ്സുണ്ടായിരുന്നുള്ളൂ. മുതലാളിയല്ലേ, നമ്മൾക്ക് 8 രൂപ കളഞ്ഞ് നമ്മൾ ഇറങ്ങി. കാരണം നമുക്ക് ഒരു വരുമാന മാർഗ്ഗം 8 രൂപ ശമ്പളം, അന്നൊക്കെ 8 രൂപ ശമ്പളം വലിയായിരുന്നു. അക്കോമഡേഷൻ ഫ്രീ ആയിരുന്നു. നമുക്ക് 10,000-2,000 രൂപ ചെലവിന് കഴിയും, ബാക്കി 5 രൂപ നമ്മുടെ കൈ കിട്ടുമല്ലോ എന്ന് അങ്ങനെ എത്തുമായിരുന്നു. ഒരു 1 മാസം കഴിഞ്ഞപ്പം എന്നോട് ആരും ഉണ്ടായി. എന്താ കാര്യം, നമുക്ക് ഷോപ്പിൽ വെച്ച് ഉണ്ടാകും, അങ്ങനെ സംസാരിക്കാനുള്ള റോൾസ് ഇല്ല. ഒന്നും വേണ്ടിയാണ് നമ്മൾ പരസ്പരം മുമ്പ് വരുന്നത്. ഒന്നും വേണ്ടി ഇവരാരും ഒന്നും ഉണ്ടല്ല, ഇവർ കാര്യം ചോദിക്കുന്നത് ആരും ഒന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാക്കി കിട്ടുന്ന മട്ടായി. നമുക്ക് വിഷമോ എല്ലാവരും പരസ്പരം ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരാളെ മക്കൾ മാറ്റി നിർത്തണം. അങ്ങനെ എനിക്ക് സങ്കടം തോന്നിയിട്ട് ഞാൻ തന്നെ എന്ത് ചെയ്ത് പുറത്തൊരു ബസ്സിലേക്ക്, ഇപ്പം 4 ദിവസത്തിലേക്ക് മാറി കൊട്ടാരത്തിലേക്ക് പോകുന്ന വഴിക്ക് ആ ഭാഗത്തോട്ട് ഒരു ബസ് ഉണ്ട്, ആ ഭാഗത്തോട്ട് മാറി നടന്നു കൊണ്ടുവരുന്നുണ്ടായിരുന്നു ഷോപ്പിന്. അപ്പൊ അവർ ആ ഹോസ്റ്റൽ ചെന്നിട്ട് അവർ നിങ്ങൾ എന്നോട് ഇവിടെ ഒലിവിയിലാണ് വർക്ക് ചെയ്യുന്നത് നടത്തി. ഇതെല്ലാം മേടിക്കുമ്പോൾ വേറെ ഒന്നും കിട്ടിയില്ലേ, ഈ ഒലിവിയിൽ കിട്ടിയോളോ, അയാളെ കുറിച്ച് നല്ലതൊന്നും ആരും പറയുന്നില്ല എന്ന് പറഞ്ഞു. ഇവിടെ വേറെ കഴിക്കുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റേ വൈദ്യം സിക്സ് എന്ന് പറഞ്ഞാൽ അന്ന് അതൊക്കെ ഉണ്ടായിരുന്നു, അവിടെ ഉണ്ട്, അല്ലെങ്കിൽ നാങ്ക പൊട്ടിട്ടുണ്ട്, അവിടെയൊക്കെ നിങ്ങൾക്ക് കയറിക്കുന്നത് എന്തിനാണ് ഇവിടെ തന്നെ കയറുന്നത്, അത്ര മോശമാണ്. അവിടെ ആരും ആരും നിൽക്കുന്നത് ലേഡീസ് ഒത്തിരി ലേഡീസൊക്കെ അവിടെ മോശം എനിക്ക് കൊണ്ട് പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ എത്ര പറഞ്ഞാൽ എനിക്ക് ഒരു മോശം അത് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഹോസ്റ്റലിൽ ഒരു പ്രശ്നമല്ല, എനിക്ക് വേറെ മോശം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും പേടിക്കണം. അതുപോലെ തന്നെ നമ്മൾ അടൂർ ഒലിവിയിലാണ് വർക്ക് ചെയ്യുന്നത് അടൂർക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ, അടൂർ ഏതെങ്കിലും ഷോപ്പിൽ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ കറക്റ്റ് എന്താ ഒരു പോക്ക് കേസാണ്. ഒരു പുച്ഛഭാവത്തോടെ ഒരു എന്തെങ്കിലും ഒരു പെണ്ണ് എന്ന രീതിയിലാണ് നമ്മളവിടെ കാണുക. അത്രയ്ക്ക് പാടായിട്ട് നമ്മളെ കാണാൻ വേണ്ടി പിന്നെയാണ് അത് മനസ്സിലായത്. എന്ന് വെച്ചാൽ ഞാൻ ഹോസ്റ്റലിലേക്ക് മാറി മിഷൻ നമ്മൾ കടയിൽ സാധനം വേണ്ടി കയറി അന്ന് നമുക്ക് ഒന്നും കയറാനുള്ള അവകാശമൊന്നുമില്ലായിരുന്നു. രാത്രി ഒന്നും കയറാനുള്ള അവകാശം എല്ലാവരും ഒരുമിച്ചല്ലേ പോണത്. അപ്പൊ എനിക്ക് മനസ്സിലായി അത്രയ്ക്ക് മോശമായിട്ടാണ് നമ്മളെ ആൾക്കാർ കാണുന്നത്. അങ്ങനെ ഞാൻ 10 ഹോസ്റ്റലിൽ ജോലിക്ക് 1 ആഴ്ച ഇങ്ങനെ എന്നെ ക്യാമ്പിലേക്ക് വിളിച്ചു. ക്യാമ്പിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു എന്താ ഹോസ്റ്റൽ മാറാൻ കാര്യം, നമ്മൾ ആരും ഉണ്ടെന്നില്ല, അതായത് എത്ര രൂപയാണ് ഹോസ്റ്റൽ ഫീസ്, ഞാൻ 2,000-3,000 രൂപയാവും. അപ്പൊ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇവിടുത്തെ പൈസ കൊണ്ട് എന്താ എല്ലാം നടത്തുക, നമ്മൾ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു പറഞ്ഞു. ഞാൻ പുറത്തേക്ക് വിടാം, അപ്പൊ ഇങ്ങനെ എടുത്താണ്. അപ്പൊ ഇങ്ങനെ എന്നോട് ഉടനെ ചോദിച്ച കാര്യമാണ് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നത്. അപ്പൊ ഞാൻ കരുതിയത് ഹോസ്റ്റൽ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നതാണ്. ഞാൻ കുഴപ്പമില്ല സാറേ, അതല്ല കർത്താവില്ലാത്ത കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നോട് മുഖത്തടിച്ച് ചോദിച്ച കാര്യം. അപ്പൊ അത് എനിക്കൊരു വല്ലാത്ത ഷോക്കാക്കി. ഞാൻ ഒന്നും ഉണ്ടില്ല, ആ സമയത്ത് ഒന്നും ഉണ്ടാകണം നിന്ന് നേരത്തെ റൂമിലാണ് വിളിച്ച് നിന്നോട് സംസാരിക്കുന്നത്. ടോപ്പിംഗ് സെക്ഷനിൽ അകത്തോട്ട് വിളിച്ച് നിന്നെ വിളിച്ച് സംസാരിച്ചത്. പിന്നീട് എടുത്ത് വെച്ച് എനിക്ക് ഞാൻ മനസ്സോട് അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ, അങ്ങനെ പറയുന്ന ഇഷ്ടത്തിൽ നിന്ന് കഴിഞ്ഞാലും അങ്ങോട്ട് വേറെ ഫ്ലാറ്റ് എടുത്ത് തരാം, അവിടെയൊക്കെ താമസിപ്പിക്കാം. അങ്ങക്ക് ഈ അടൂർ നമ്മുടെ ഒലിവയുടെ ബാക്കിലായിട്ട് റൂമുണ്ട്, ഞാൻ അങ്ങോട്ട് ചെന്നാൽ മതി. എന്നോട് പച്ചയ്ക്ക് മുഖത്തോട്ട് പറഞ്ഞ കാര്യമാണ്. ഒലിവയുടെ അകത്തോട്ട് ഒരു വഴിയുണ്ട്, അവിടെ റൂമുണ്ട്, അതെന്റെ റൂമാണ്, അങ്ങോട്ട് വന്നാൽ മതി. എനിക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഇതെല്ലാം അങ്ങനെ എനിക്കിതെല്ലാം ചെയ്തു തരാം, പേടിക്കുക വേണ്ട. ഇവിടെ ഇത്ര രൂപ ശമ്പളം കൂട്ടിയും തരാം, എനിക്ക് പ്രത്യേകം ഫ്ലാറ്റ് എടുത്തു തരാം, അങ്ങനെ ഇഷ്ടം നിൽക്കണമെന്ന് പറഞ്ഞു. ഞാൻ അന്ന് അവിടുന്ന് കരഞ്ഞു പറഞ്ഞ് എനിക്ക് തന്നെ ആലോചിച്ചിട്ട് മതിയാണ്. ഞാൻ കരഞ്ഞുകൊണ്ടാണ് താഴെ കരഞ്ഞു വന്നിട്ട് എനിക്ക് 10 ദിവസം ആയിട്ടുള്ള ഞാൻ ഇവിടെ ജോലിക്ക് കയറിയിട്ട് ആ ഒരു 1.5 മാസം എനിക്ക് ശമ്പളം കിട്ടേണ്ട സമയം ഈ 10-15 ദിവസം ഇതുകൊണ്ടായിരുന്നു. അപ്പൊ എനിക്ക് നിർത്തി വരാനും വയ്യ, എനിക്ക് കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് വേണം എനിക്കറിയില്ല, എനിക്ക് ആരോടും പറയാൻ പറ്റും. ഒരു വെച്ചാൽ ഈ ലോകമേ അങ്ങനെയാണ് പോയത്. ഒരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറുന്നുണ്ട്, അയാൾ നമ്മൾ എന്തെങ്കിലും ഇട്ട് കൊടുക്കാതെ അയാൾ നമ്മളോട് മോശമായി പെരുമാറില്ല എന്ന് പറയുന്ന ഈ സമൂഹത്തിന് മുന്നിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. നീ എന്തെങ്കിലും കാണിക്കാതെ അങ്ങനെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറയുന്ന സമൂഹം തന്നെയാണ് നമുക്ക് കിട്ടും. അതുകൊണ്ട് എനിക്ക് പറയാനും പേടിയായിരുന്നു. താഴെ നമ്മൾ സ്റ്റാഫോട് പറയാൻ പറ്റും. കാരണം എനിക്ക് അന്ന് മനസ്സിലായി ഈ സ്റ്റാഫിൽ 18 അങ്ങനെ ആൾക്കാരാണ്. എനിക്ക് മുന്നേ വെച്ചിട്ടുണ്ടെങ്കിൽ തോന്നുന്നത് അവർ അവർ ഞാൻ ഹോസ്റ്റലിലേക്ക് മാറിയ പക്ഷേ അവർ കരഞ്ഞുകൊണ്ടിരുന്നത് ഇത് എടാ നീ ഇവിടെ നിൽക്കേണ്ട, നമുക്ക് സേഫ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ എന്നോട് എന്ത് കാര്യം പറഞ്ഞു. നമ്മൾ അത്രയും പറഞ്ഞിട്ട് അവർ കരഞ്ഞുകൊണ്ടിരുന്നത് അത്ര സമയത്തിലേക്ക് വേണ്ടി. അന്ന് എനിക്ക് മനസ്സിലായി അവിടുന്ന് എന്തുകൊണ്ടാണ് സ്റ്റാഫുകൾ പോകുന്നത്. ഒരു 2 മറ്റൊരു സ്റ്റാഫ് കിട്ടും. കാരണം അവർ അത്രയും മോശമായ ഒരു ക്യാരക്ടർ. എനിക്ക് അന്ന് ഞാൻ ആ സത്യം എനിക്ക് പിന്നെ ഒരു ആണെങ്കിലാണ് ജോലി ചെയ്യുന്ന സ്ഥാനത്ത് എനിക്ക് അന്ന് പേടിച്ചാണ് അതിന്റെ ഉള്ളിൽ പറ്റിയൊരു പറയുന്നത്. ഇപ്പം എല്ലാവരും എന്തുകൊണ്ടത് പുറത്ത് പറഞ്ഞില്ല. പെൺകുട്ടികളിൽ മിക്കവരും ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ കുട്ടിക്കും സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഏതെങ്കിലും ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള കൊളീഗ്സ് അല്ലെങ്കിൽ അവിടെയുള്ള മാനേജേഴ്സോ സുപ്പീരിയേഴ്സിന്റെ അടുത്ത് നിന്ന് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു
സമീപനം എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കും മിക്ക പെൺകുട്ടികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരൊരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ അവിടെ യാതൊരു തരത്തിലുള്ള തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ഇരിക്കുന്ന ആളുകളാണ്. നിങ്ങളുടെ അടുത്ത് അവരാണ് മിസ്ബിഹേവ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് അവരാണ് വേണ്ടാത്ത വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാം കരയേണ്ട ആളുകൾ. നിങ്ങൾ ഒരിക്കലും കരയേണ്ട ആവശ്യമില്ല. അയാളാണ് കരയേണ്ടത്. അയാളാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും അത്തരത്തിൽ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ അവിടെ ഇരിക്കുന്ന ആളുകളെ വിളിച്ച് ഇയാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു, ഇയാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, എന്താണെങ്കിലും അത് നിങ്ങൾ അപ്പം തന്നെ അവിടെയുള്ള ആളുകൾ മുന്നിൽ വെച്ച് പ്രസന്റ് ചെയ്യുക. അപ്പൊ ആരാണ് അവിടെ നാണം കെടുന്നത്? അയാൾ തന്നെയാണ് നാണം കെടുന്നത്. അപ്പൊ അയാൾ അവിടുന്ന് നാണം കെട്ട് കരഞ്ഞുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ ഒരിക്കലും കരഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറങ്ങി വരരുത്. തെറ്റ് ചെയ്തയാള് കരഞ്ഞുകൊണ്ട് പോകട്ടെ. നിങ്ങൾ ഒരിക്കലും കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ കരഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ അയാൾ നാളെ പറഞ്ഞുണ്ടാക്കുന്നത് വേറെ രീതിയിലുള്ള കഥകളായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്പം തന്നെ അത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അയാൾ അവിടെ വെച്ച് നാണം കെടുത്തി പുറത്തോട്ട് വിടുക എന്നുള്ളതാണ്. പിന്നീട് ഒരിക്കലും അയാൾക്ക് വേറെ ആരെടുത്തും അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടുള്ള ധൈര്യം വരില്ല. ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് അയാൾക്ക് പിന്നെ ആരടുത്തും അങ്ങനെ ബിഹേവ് ചെയ്യാനായിട്ടുള്ള ധൈര്യം കിട്ടാതിരിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. നമ്മൾ അവരുടെ അടുത്ത് റിയാക്ട് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം അയാൾ വീണ്ടും വീണ്ടും പല പല പെൺകുട്ടികളടുത്തും ഇതേ ക്വസ്റ്റ്യൻസും ഇതേപോലെയുള്ള ബിഹേവിയറും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകളുടെ അടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുക, റിയാക്ട് ചെയ്യുക. നമ്മുടെ സെൽഫ് റെസ്പെക്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഉണ്ട്. അത് നമ്മൾ ഒരിക്കലും കൈവടിയാതിരിക്കുക. സോ ഓക്കെ, നമുക്ക് പൈസ ആവശ്യമുണ്ട്, ജോലി ആവശ്യമുണ്ട്, നമുക്ക് ജീവിക്കണമെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മുടെ സെൽഫ് റെസ്പെക്ട് കളഞ്ഞുകൊണ്ടായിരിക്കരുത് അവിടെ പിടിച്ചു നിൽക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു ജോലി നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേനും മേ ബി 1 or 2 months എടുക്കുമായിരിക്കും അടുത്തൊരു ജോബ് കിട്ടാനായിട്ട്. അതുകൊണ്ടായിരിക്കും നിങ്ങൾ അവിടെ പിടിച്ചു നിൽക്കുക. നിങ്ങൾ അവിടെ പിടിച്ചു നിൽക്കുന്തോറും ഇയാൾ വീണ്ടും വീണ്ടും നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. സോ അതുകൊണ്ട് തന്നെ കൊടുക്കേണ്ടത് മുഖത്ത് നോക്കി കൊടുത്തിട്ട് അവിടുന്ന് തല ഉയർത്തി ഇറങ്ങി വരിക. അല്ലാതെ കരഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും അവിടെ നിന്ന് ഇറങ്ങി വരരുത്. പിന്നെ ഈ ഒലീവിയനെ കുറിച്ച് അടൂരിലുള്ള ആളുകൾ മൊത്തം വളരെ നെഗറ്റീവായിട്ടാണ് സംസാരിക്കുന്നതെന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ പാരന്റ്സ് അറിയാനായിട്ടാണ്. സോ ഒലീവിയൻ വർക്ക് ചെയ്തു എന്ന് പറയുന്നത് തന്നെ വളരെ മോശമായിട്ടാണ് ഇപ്പം ആളുകൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് പെൺകുട്ടികളാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അവരുടെ പാരന്റ്സ് ഇതൊക്കെ കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ശ്രദ്ധിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.